അങ്ങനെ നടക്കത്തില്ല ഇവിടെ. എങ്ങനെ ജോലി ചെയ്തു ഞങ്ങൾ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഇവിടെ സ്കാഡുകാർ വന്ന് കടയിൽ കയറി പ്ലാസ്റ്റിക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായ സംഘടനകളെല്ലാം കൂടെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കമ്മിറ്റിക്കാരാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ അവിടെ കഴിഞ്ഞ അങ്ങനെ നടക്കത്തില്ല ഇവിടെ. എങ്ങനെ ജോലി ചെയ്തു ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് വരികയേ വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കണം. ആധാരം കെട്ടിട നാലോട് പണയം വെച്ചിട്ട് ഞങ്ങളെ കച്ചവടം അറിയാം. ഞങ്ങളെ വിളിച്ച് മീറ്റിംഗിലെല്ലാം വന്നിട്ടുണ്ട്. ഏത് മീറ്റിംഗിനെ വരാത്തത്? ഞങ്ങളെല്ലാം മീറ്റിംഗിൽ സാറിനോട് ചോദിച്ചു. ഏത് മീറ്റിംഗിനെ വരാതെ ഞങ്ങൾക്ക് നോട്ടീസ് തന്നാൽ വരും. ഞങ്ങൾക്ക് നോട്ടീസ് തരുന്ന ഏത് മീറ്റിംഗിൽ വന്നിട്ടുണ്ട്? ഞങ്ങൾ ചായ കുടിക്കാൻ മാത്രം വരുന്നല്ല, ഞങ്ങൾ കാര്യം പറയാൻ വരും. ഞങ്ങൾ പഞ്ചായത്ത് വന്ന് പറഞ്ഞ ഏത് കാര്യം സാർ ജനറൽ സെക്രട്ടറി അല്ലേ? സാർ പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ? ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളൂ ഏത് കാര്യം സാർ സാർ പറഞ്ഞ കാര്യമില്ല. 20 അത് ഞാൻ ഇംപ്ലിമെന്റ് ആക്കി കഴിഞ്ഞു. അറിയാമോ? ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നോട്ടീസ് ഞങ്ങൾ ആരെ വിളിച്ചു? ഞാൻ അല്ല അവര് നിങ്ങൾ അതെല്ലാം നിയമാന്ന് ഞാൻ വഴിയരികിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന കൂടുതൽ ഞങ്ങൾ കടക്കാൻ എടുത്ത് ന്യായമാണ്. പറഞ്ഞ കാര്യമില്ല, പറഞ്ഞ കാര്യമില്ല. അതെന്നാ എന്നെ കാണാൻ വന്നേ? എന്നെ എല്ലാ പ്രശ്നം കാണാൻ വന്നേ? 20-ക്കകം മുൻകെട്ടുകൾ വെക്കണമെന്നല്ല പറഞ്ഞു. അത് നേരത്തെ കടയിൽ വന്ന് പറഞ്ഞു. മീറ്റിംഗിന് വേറെ ഫോണിൽ വിളിച്ചു. ആരെ വിളിച്ചു? ആര് വിളിച്ചെന്നാ? ഞങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാ. ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് സംഘടന ട്രോള് പോലെയല്ല. ചുമ്മാ വിളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ വന്നു. എവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളെ എങ്ങനെ കൊണ്ട് എഴുതി തന്നിണ്ടാ ഏത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാവുന്ന ഏത് ബാക്കിയുള്ള സാധനം അതും പിടിക്കുന്നില്ല സാർ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വാ, ഞങ്ങൾ അവരോട് സംസാരിക്കുക. ഞങ്ങളവിടെ വന്ന് സംസാരിച്ചേക്കാം. അങ്ങ് വന്നു പറഞ്ഞോട്ട് വാ. മീറ്റിംഗ് പറഞ്ഞു. ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങളൊക്കെ തുണിസഞ്ചി കൊടുത്തോണ്ടിരിക്കുന്നത്. സാറെ സമ്മതിച്ചു. സാറിനോട് നേരത്തെ പറഞ്ഞു. നിങ്ങളിപ്പോ മീറ്റിങ്ങിന് വിളിച്ചെന്ന് പറഞ്ഞത് സത്യം. നിങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് വിളിച്ചെന്ന് പറഞ്ഞത് സത്യം. അന്ന് കഴിഞ്ഞ വർഷത്തെ കാര്യം. ഇത് മിനിങ്ങാന്ന് വിളിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. വിളിച്ച ആരെ വിളിച്ചു? ഡീറ്റെയിൽസ് ഞാൻ പറയുന്ന പ്രസിഡന്റിനെ സെക്രട്ടറി ഉത്തരവാദിത്വം. സംഘടന ഇവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. 2024 മീറ്റിങ്ങിന് അധ്യാപകരായ മുന്നേ നടത്തിയ മീറ്റിങ്ങിന് ഇതാണ് സാർ ഉൾപ്പെടെ. എനിക്കറിയത്തില്ല, നമുക്ക് വന്ന് നന്നായിട്ട് അറിയില്ല. സാറേ ഞങ്ങൾ എത്രയോ നാളെ സഹകരിച്ച് മാത്രമാണ്. നമ്മളെ കടയിൽ വന്നിട്ട് സാറ് മേടിച്ച് കൂടുകൊണ്ടല്ലേ പോയത്? അല്ല, സാറ് കൂടുകൊണ്ടല്ലേ പോയത്? അല്ല, അന്ന് ആര് പറഞ്ഞു? സാറ് എന്റെ കടയിൽ വന്നിട്ട് സാറ് മേടിച്ച സാറ് ഞാനൊരു കാര്യം, സാറിന് 10 ദിവസം വാച്ച് ചെയ്യാൻ കിട്ടല്ലോ. സാറോ സാറിന്റെ വീട്ടുകാരോ ഒരു സാധനം മേടിച്ചിട്ട് പോകുന്നത് കൂടിനകത്തായിരിക്കും.
അല്ലേ? സാറിന്റെ മക്കളാണെങ്കിൽ പോലും ഭാര്യയാണെങ്കിൽ സാറ് പേടിച്ചിട്ടേ കൂടാത്ത പോകുള്ളൂ അല്ലേ? പിന്നെ സാറ് എന്നെ കഴിക്കത്തില്ലായിക്കൊന്നുമില്ല. എന്റെ പൊന്നു സാറിന് പോലും പറ്റും. സാറിനെ കൊണ്ട് സാധിക്കുന്നില്ല, ആരെയും കൊണ്ട് പറ്റുന്നില്ല. സാറാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫൈൻ വയ്ക്കാൻ പറ്റും. സാറന്മാർക്ക് ഈ മാവേലി സ്റ്റോറിന് മുന്നിൽ പഠിക്കുന്നതിന് സർക്കാരിന് ഫൈൻ അടയ്ക്കാൻ കൊടുക്കും. ഷിജുവിന്റെ കടയ്ക്ക് കൊടുത്തില്ലേ? ഇതൊക്കെ എടുക്ക്, പ്ലാസ്റ്റിക് എടുക്ക്, പ്ലാസ്റ്റിക് എടുക്കില്ല. സാറിന് എടുത്തേ. അവിടെ 5000 കൊടുത്തു. നിങ്ങളൊന്ന് പറയണ്ടേ? ദീപുവിന്റെ ഷിജുവിന്റെ കടയുടെ കൈയോടെ കൊടുത്തിട്ടു പോകുന്നേ. ഇയാൾക്ക് കൊടുത്തല്ലേ? ഇതുകൂടെ കൊടുക്കുക, അവർക്ക് കൊടുക്കുക. ഇതിന് 6 വേറെ കൊണ്ടിട്ട് അറിയാൻ മേലെ ഞാൻ സാറിനെ വന്ന് കണ്ടിട്ടില്ല. സാർ എന്നെ വന്ന് കണ്ടിട്ടില്ല. എന്നേലും ഒരു പണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്നതല്ല. പക്ഷെ ഞങ്ങൾക്ക് ആ കട എഴുതി കൊടുക്കാമെങ്കിൽ ഈ കട അതെന്നെ മുട്ടാപ്പുറത്ത് പറയണം. എന്നെ ഭീഷണിപ്പെടുത്തുവാണ്. ഞാൻ എന്റെ പേര് ജിജി എത്തിക്കാൻ കട നടത്തുന്നു. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അങ്ങനെയല്ലല്ലോ പറയുന്നത്. എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടില്ല. ഞാൻ സാറിനെ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടില്ല. പക്ഷെ എന്നെ പേഴ്സണായിട്ട് ഭീഷണിപ്പെടുത്തി ഞാൻ വ്യാപാരികളുടെ വൈസ് പ്രസിഡന്റായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ മുത്താപ്പ കാണിക്കുന്നതൊക്കെ എന്നോട് സാറല്ല പറഞ്ഞു. നേതാവ് കാണിക്കുന്നത് പറഞ്ഞ എന്നോടല്ലേ? ഞാൻ നേതാവല്ല, ഞാൻ ഇവിടെ വൈസ് പ്രസിഡന്റാ. എനിക്ക് കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പറയാം കേൾക്കാം. സാറേ അങ്ങനെ പറയുന്നത് സാർ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇതെന്നെ മുട്ടാപ്പക്ക. എന്നാ ഞങ്ങൾ വഴിയിലോട്ട് ഇട്ടാകട്ടെ. ഞങ്ങളുടെ ആളെ മാത്രം ഞാൻ ചോദിക്കല. ഞങ്ങളുടെ ഒരു കാര്യം അവരോട് എന്നുള്ള കാര്യം ഒന്നും വേണ്ടത് കച്ചവടം നിർമ്മാണം ഇവരിന്ന് വാങ്ങിച്ചതാണ്. ഞങ്ങളെ പറഞ്ഞ പാവപ്പെട്ട വ്യാപാരികൾ രംഗത്ത് കയറിയിട്ടുണ്ടോ? എന്നാത്തിനാ സാർ കച്ചവടം കഴിഞ്ഞിട്ട് നിൽക്കുന്ന 100 കച്ചവടം ഞങ്ങളുടെ ജീവിതം ജോലിയായിരിക്കും. ഞങ്ങൾക്ക് തീട്ടിക്കോളം ചോറിനായി ബാധിതപ്പെട്ട് നിൽക്കുന്നത് കച്ചവടക്കാരുടെ വില അറിയണം. ഒരു ദിവസം സാർ കച്ചവടം ചെയ്യണം. ഒരു ദിവസം
24 മണിക്കൂർ 12 മണിക്കൂർ കച്ചവടം ചെയ്യണം. അപ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട്. ഇയാളെ പോകുന്ന എപ്പോഴാണെന്നറിയോ? 12 മണിയാകുമ്പോൾ അയാൾ വരുന്ന എപ്പോഴാണെന്നറിയോ? 7 മണിക്ക്. എന്തിനാ? അയാളുടെ കുടുംബം നടത്താൻ. അറിയാമോ? ഞങ്ങൾ നേതാക്കന്മാർ ആരായിരിക്കും പറയാനാ ഇതുപോലെ ദ്രോഹിക്കുന്നിടത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു. ഞങ്ങൾ പിന്നെ ആരായിരിക്കും ഞങ്ങൾ സമ്മതിച്ചെന്നില്ല. ആയിക്കോട്ടെ, സമ്മതിച്ചു. സാറേ ഞങ്ങൾക്ക് അറിയാം 30-ാം തീയതി നമ്മളൊരു കാശ് വേണമെന്ന് അറിയാം, ഇഷ്ടം പോലെ പൈസ വേണമെന്ന് അറിയാം. അതിന് വേണ്ടി യാതൊന്നും അറിയാം. അത് തന്നെയാണ്. അത് ഞങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ ഞങ്ങൾ അല്ല ഇത് പിന്നെ ട്രഷറി വരെ ഞങ്ങൾ പത്രം വായിക്കുന്നവർ, ന്യൂസ് കാണുന്നവർ, ഞങ്ങൾ പൊട്ടന്മാരൊന്നും മാക്സിമം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. തനത് ഫണ്ടോ ഏത് ഫണ്ടൊക്കെ ആയിക്കോട്ടെ. ഇപ്പം അയ്യോ പഞ്ചായത്തിന്റെ ഫണ്ട് മുഴുവൻ ഇപ്പം നിലവിൽ ട്രഷറിയിൽ അടയ്ക്കാനാണ് വന്നേക്കുന്നത്. അതൊക്കെ അങ്ങനെ അറിയാം. അത് ഞങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ട് പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ തന്നെയാണ് സാർ ഒന്ന് നോക്കി നോക്കി ഇതിനകത്ത് ഒരു 2 കിലോ പച്ചക്കറി എടുത്തിട്ട് ഒരു മനുഷ്യന് വീട്ടിൽ കൊണ്ടാൻ പറ്റുമോ? പോവല്ല. ഇത് നടക്കുന്ന സാധനമല്ല സാറേ. ഇതെല്ലാം സാധനം സംവിധാന സർക്കാർ ഉണ്ടാക്കി തന്നെ. ഇതിനകത്ത് 2 കിലോ പച്ചക്കറി ഇട്ടിട്ട് സാർ ഒന്ന് ബൈക്ക് നോക്കിയിട്ട് ഇത് താഴെ പോകും. കിട്ടിയാൽ നമ്മൾ പിടിക്കണ്ടേ? അന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മൾ ക്ലാസ്സും കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയാൽ പിടിക്കണ്ടേ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ഞങ്ങൾ എടുത്ത് വന്നിട്ടില്ല. ആ ബയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ആരും അറിയിച്ചിട്ടില്ലല്ലോ. പ്ലാസ്റ്റിക് മൈക്രോൺ കൂടുതലുള്ളതെന്ന് അറിയിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ മൈക്രോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ കൂടെ അറിയിക്കണ്ടേ? ഒരു കാര്യം സാർ ഇങ്ങനെ ചെയ്യും. സാർ പഞ്ചായത്ത് മീറ്റിംഗ് സമയമില്ല. എന്നുവെച്ചാൽ ഇത് ഏറ്റവും അവസാനത്തെ 20 ദിവസം പോലും ഇല്ല. അല്ലല്ല, ഈ മാലിന്യമുക്ത നവകേരളം അല്ല സാർ മനസ്സിലാക്കി. മാലിന്യമുക്ത നവകേരളം മാർച്ച് 30-ന് പ്രഖ്യാപിക്കുകയും അതിനു മുമ്പ് ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലെ നടപടിയായിരുന്നു. ഈ സമയത്ത് ഇനി അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പല പ്രാവശ്യം സാറിനെ കാണാൻ വന്നില്ല. സാർ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ വരത്തില്ല. അവിടെ ഞങ്ങൾ അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാർ ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ പോരാ. ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? ഞങ്ങൾ ചെയ്യത്തില്ല. ഏത് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ ചെയ്യാത്തത്? അടുത്ത കാലത്ത് മൈക്രോൺ ഇത്ര ഉപയോഗിക്കാൻ മൈക്രോണിന്റെ അളവ് നോക്കാതെ ഒറ്റ തവണ ഏത് പ്ലാസ്റ്റിക്കാണ്? അപ്പൊ ഈ മറ്റേ വെള്ള പ്ലാസ്റ്റിക് മറ്റേ അതെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്നതിന് പാക്ക് ചെയ്ത് ഏതുതരം പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു സാധനം പാക്ക് ചെയ്ത് പിടിക്കുന്നില്ല. അതൊക്കെ അതിനകത്ത് എന്താ നമ്മൾ നടപടി തന്നെയുള്ള പ്രശ്നങ്ങളായി പരിഹരിക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് സ്കാഡുകാർ കടകളിൽ പ്ലാസ്റ്റിക് പിടിക്കാൻ വേണ്ടി കയറിയത്. ഇന്നാണ്ട് 70 കടയോളം ഇവർ കയറിയെന്നാണ് പറയുന്നത്. പുതുപ്പള്ളി തന്നെ 25 കടയിലൂടെ കയറി ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ പരിശോധന നടത്തുകയും അതുപോലെ കടയുടെ മുന്നിലും ഒക്കെ അനാവശ്യമായി പ്ലാസ്റ്റിക് കൂട്ടിയിടുന്നതിന് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം ചൂണ്ടിക്കാണിച്ച മാവേലി സ്റ്റോറിൻ്റെ മുന്നിലൊക്കെ പ്ലാസ്റ്റിക് കിടക്കുന്നു. അതുപോലെ ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നുണ്ട്. അതൊന്നും ഇവർ കാണുന്നുമില്ല. കടയുടെ മുന്നിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PVC പൈപ്പ് വിൽക്കുന്ന പുതുപ്പള്ളി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്. അതിൻ്റെ വാതിൽക്ക് സ്കൂൾ കുട്ടികൾ സിപ്പപ്പ് കഴിച്ചിട്ട് അതിൻ്റെ കുറേ പ്ലാസ്റ്റിക് അവിടെ ഇട്ടിരുന്നു. അത് കണ്ടുകൊണ്ട് കടയ്ക്ക് 5000 രൂപ ഫൈൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു കടയുടെ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് തന്നെയല്ല, ഒരുപാട് മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ അവരെ തന്നെയാണ്. ഇതിനൊന്നും നടപടിയില്ല. കടയുടെ മുന്നിൽ കടക്കാർ ഒരു കാരണവശാലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യാപാരി വ്യവസായി സംഘടനയാണ് പുതുപ്പള്ളിയത്. പുതുപ്പള്ളി പഞ്ചായത്ത് ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും പങ്കെടുക്കുന്ന സംഘടനയാണ്. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ചകളൊന്നും ഉണ്ടാകത്തില്ല. അവർക്കൊരു അറിയിപ്പ് പോലും കൊടുക്കാതെയാണ് ഇതുപോലെ നേരത്തെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, 20 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ കടകളിൽ വിൽക്കരുതെന്നും പറഞ്ഞ് ഒരു നിയമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കും കടയിൽ വിൽക്കരുതെന്നുള്ള നിയമത്തിലേക്ക് വന്നിരിക്കുകയാണ്. അനാവശ്യമായ ഫൈനാണ് ഈടാക്കുന്ന കടക്കാർ. 5000, 10000 അടക്കം ഇങ്ങനെയുള്ള തുകകളാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനെതിരെ നടപടി എടുക്കാനോ ഒന്നും ആർക്കും നേരെയില്ല.
ഇവിടെയൊന്നും ഇത് പരിശോധനകളോ ഒന്നുമില്ല. കടയുടെ വാതിക്കൽ ആരെങ്കിലും കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഫൈൻ അടിക്കും. കടയിൽ കയറി പ്ലാസ്റ്റിക് കൂട് പിടിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് വിൽക്കുന്ന കടകൾ നിർത്തുകയും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്ഷനെ ഇവരൊന്നും നിർത്താനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാരെങ്കിലും മേടിച്ചു വെക്കുമോ? ഈ കടയിൽ വരുന്നത് 90% ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക്കിലാണ്. അത് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വീട്ടുകാരൊരു കൂട് ചോദിച്ചു കഴിയുമ്പോഴത്തേന് കൂടുന്നില്ലെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ എല്ലാം മാലിന്യങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് സമീപത്താണ് ഇപ്പം തർക്കം ഉണ്ടായത്, വ്യാപാരി വ്യവസായ സംഘടനയായിട്ട് തർക്കം ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഇവരുടെ പരിശോധന ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെല്ലാം സ്കാഡുകാർ കടയിൽ കയറുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കടക്കാർക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ, പകര സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ അതുപോലെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാതെ ഒരു വിധത്തിലും ഇപ്പം വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യാപാരി സമൂഹത്തെ വീണ്ടും ഇങ്ങനെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിധത്തിലും വ്യാപാരികൾക്ക് മുന്നോട്ട് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇവരാരും യൂസഫ് അലിയുടെ ലുലു മാളിൻ്റെ പരിസരത്തോ കോട്ടയത്തെ വലിയ മാളുകളിലോ ഒന്നും പോകത്തില്ല. അവിടെ പോയവരെയൊക്കെ മുട്ട് കൂട്ടിയിടിക്കും ഉദ്യോഗസ്ഥരുടെ. അപ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വരും ദിവസങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ പുതുപ്പള്ളിയുടെ പരിസരങ്ങളിലുള്ള എല്ലാ കടകളിലും ഇതുപോലെ സ്ക്വാഡുകാർ കയറും. അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്യുന്നു. അവർക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നതനുസരിച്ച് അവർ ചെയ്യുന്നു. അപ്പോൾ അത് ഫൈൻ മേടിക്കാതെ നോക്കേണ്ട കടമ നമ്മുടെയാണ്. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കഴിവതും പ്ലാസ്റ്റിക്കുകൾ കടകളിൽ നിന്ന് ഒഴിവാക്കുക. അതൊക്കെ നമുക്കിപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വലിയ ഷോപ്പുകളിൽ ഇത് വിൽക്കുന്നതിന്, പ്ലാസ്റ്റിക് വിൽക്കുന്നതിനൊന്നും ഇവരൊന്നും അവിടെ പിടിക്കാനും ഒന്നും പോകുന്നില്ല. പാവങ്ങളെയാണ് അത് മേടിച്ച് ഇവിടെ കൊണ്ട് ചെറിയൊരു സാധനമാണെങ്കിലും കൂടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എത്ര മൈക്രോൺ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ഒരു നല്ലൊരു ക്ലാസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വ്യാപാരികൾക്ക് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെയുള്ള പരിശോധനയായിട്ട് കടകളിൽ കയറാനാണ് പുതുപ്പള്ളി വ്യാപാരി വ്യവസായ സംഘടന ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം മതി എന്നുള്ളതാണ് വ്യാപാരി സംഘടന. ഈ പരിശോധനയും കാര്യങ്ങളും അതിനുശേഷം മതി എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അനാവശ്യമായിട്ട് ഫൈൻ ഈടാക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ നടപടി തന്നെയാണെന്നാണ് പുതുപ്പള്ളി വ്യാപാരി വ്യവസായ സംഘടന ആവശ്യപ്പെടുന്നത്. മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്.